ഗുഡ് മോർണിംഗ് ഓൾ. അപ്പം വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഈ ഒരു വർഷം ഏറ്റവും അടിപൊളി വർഷമാകട്ടെ എന്ന് ആശംസിച്ചുകൊള്ളുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യാനായിട്ട് പോകുന്നത് ഈ 2026 എന്തൊക്കെ മാറ്റങ്ങൾ വരാനായിട്ട് പോകുന്നുണ്ട്, അതോടൊപ്പം തന്നെ എന്തൊക്കെ ഇന്നോവേഷൻസ്, എന്തൊക്കെ പുതിയ കാര്യങ്ങളൊക്കെ ഈ ഒരു വർഷം വരുമെന്ന് നമ്മൾ നോക്കാനായിട്ട് പോവുകയാണ്. അതിന് മുമ്പായിട്ട് നമ്മൾ കഴിഞ്ഞ വർഷം 2025 എന്തൊക്കെ കാര്യങ്ങളാണ് വന്ന് എന്നൊന്ന് ഓടിച്ച് നോക്കാം. ഇൻസൈറ്റ്സ് ഒക്കെ നോക്കിയിട്ട് നമുക്ക് പെട്ടെന്ന് വരാം. നമ്മൾ ന്യൂസിനകത്തൊക്കെ കണ്ടു കാണും, ലാസ്റ്റ് ഇയറിൽ നമ്മുടെ ഇന്ത്യ വേൾഡ്സ് 4th ലാർജസ്റ്റ് എക്കോണമി ആയി മാറി. അപ്പോൾ നമ്മൾ നോക്കുമ്പം എന്താണ് ഈ ലാർജസ്റ്റ് എക്കോണമി നോക്കുമ്പോൾ എന്തായിരിക്കും നമ്മുടെ മനസ്സിൽ വരുന്നത്? ലാർജസ്റ്റ് എക്കോണമി എന്ന് പറയുമ്പോൾ അവരുടെ വാല്യൂ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഹയസ്റ്റ് ആയിട്ടുള്ളതാണ് ഇതെന്ന് പറയുന്നത് ലാർജസ്റ്റ് എക്കോണമി എന്ന് പറയാനായിട്ട് കഴിയുന്നത്. അപ്പം നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, ഇപ്പം അമേരിക്കയാണ് വേൾഡ്സ് ലാർജസ്റ്റ് എക്കോണമി ഇത്രയും വർഷങ്ങളായിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അത് തന്നെ, ഇനി വരുന്ന കുറച്ച് വർഷങ്ങളിലും അവർ തന്നെ ആയിരിക്കും ടോപ്പ് 1 കിടക്കുന്നത്. ഇപ്പം നമ്മൾ ടോപ്പ് 4 ആയിട്ടുള്ളൂ. അപ്പം ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഇപ്പം അമേരിക്കൻ കമ്പനി ആയിട്ട് നോക്കുമ്പോൾ ആപ്പിളിൻ്റെ പ്രോഡക്ട്സ് നമ്മൾ മേടിക്കുമ്പോൾ അവരുടെ ആപ്പിളിൻ്റെ കമ്പനിയിലെ ഷെയർസിൻ്റെ വാല്യൂ ഒക്കെ കൂടുന്നു, അവർക്ക് ഇൻകം കൂടുന്നു, അവർക്ക് പ്രോഫിറ്റ് കൂടുന്നു. അപ്പോൾ എന്ത് പറ്റുന്നുണ്ട്? അവരുടെ കമ്പനി വളരുകയാണ്. അപ്പോൾ എന്താണ് അവിടുത്തെ വാല്യൂ, അമേരിക്കയുടെ ആ കമ്പനി, അപ്പോൾ അമേരിക്കയിലെ ഗുഡ്സ് ആൻഡ് സർവീസിൻ്റെ വാല്യൂ കൂടുകയാണ്. അങ്ങനെയാണ് ഇതെന്ന് പറയുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ ഗുഡ്സ് ആൻഡ് സർവീസിൻ്റെ വാല്യൂ കൂടുന്നതെന്ന് പറയുന്നത്. അങ്ങനെയാണ് എക്കോണമി വളരുന്നത്. അപ്പോൾ ഒരു ലാർജസ്റ്റ് എക്കോണമി എന്ന് പറയുന്നത് അവിടുത്തെ ഒരു രാജ്യത്തിലെ ഗുഡ്സ് ആൻഡ് സർവീസിൻ്റെ വാല്യൂ മറ്റ് രാജ്യങ്ങളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കൂടുതലായിരിക്കും. അതാണ് ലാർജസ്റ്റ് എക്കോണമി എന്നുകൊണ്ട് മനസ്സിലാക്കുന്നത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലുണ്ടാകുന്ന ഒരു സംശയമായിരിക്കും, ഈ ലാർജസ്റ്റ് എക്കോണമി എന്ന് പറയുമ്പോൾ അവിടെ വേൾഡ്സ് റിച്ചസ്റ്റ് ആയിട്ടുള്ളൊരു കൺട്രി ആണോ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പണക്കാരുടെ രാജ്യമായി മാറിയോ എന്നാണ്. പക്ഷെ ഒരിക്കലും അല്ല. പണക്കാണോ ഇതുമായിട്ട് ബന്ധമൊന്നുമില്ല. ബിക്കോസ് എന്താണ് ലാർജസ്റ്റ് എക്കോണമി ആയെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ എല്ലാവരും പണക്കാരാണോന്ന് ഒരിക്കലും ഇല്ല. ഇപ്പം ലാർജസ്റ്റ് എക്കോണമി എന്ന് പറഞ്ഞാൽ അവിടുത്തെ ആ രാജ്യത്തെ മറ്റ് രാജ്യങ്ങൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ, റാങ്ക് ചെയ്യുമ്പോൾ ഇവിടുത്തെ രാജ്യത്തെ ഗുഡ്സ് ആൻഡ് സർവീസിൻ്റെ വാല്യൂ മറ്റ് രാജ്യങ്ങളേക്കാൾ കൂടുതലായിട്ടിരിക്കും. അങ്ങനെ റാങ്ക് ചെയ്ത് വരുമ്പോൾ ടോപ്പ് 4-5 വരുന്നത്. അങ്ങനെയാണ് ടോപ്പ് 4 എന്ത് വരുന്നത്? ഇന്ത്യ എത്തിയിരിക്കുന്നത്. ഇനി രണ്ടാമതായിട്ട് 2025 നടന്ന സംഭവമാണ് ChatGPT, അതോടൊപ്പം തന്നെ ജെമിനൈ പോലുള്ള AI ടൂൾസിൻ്റെ ശക്തമായിട്ടുള്ള ഒരു പിന്തുടർച്ചയായിരുന്നു. അവർ ശക്തമായിട്ട് തിരിച്ചു വന്നു. 2024 നമ്മൾ കണ്ട അവരൊരു തുടക്കം മാത്രമേ. 2025 കൂടുതൽ ആളുകൾ അത് യൂസ് ചെയ്യാൻ തുടങ്ങി. പിന്നീട് ഒത്തിരി ഫീച്ചേഴ്സ് 2024 പെയ്ഡായിട്ടുള്ള ഫീച്ചേഴ്സൊക്കെ 2025 വന്നപ്പോഴത്തേന് ഭൂരിഭാഗം യൂസേഴ്സിന് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാനായിട്ടൊക്കെ കഴിഞ്ഞു. പിന്നെ തേർഡ് 2025 എന്നുള്ള സംഭവമാണ് AI ജോബ്സിനെ ഇമ്പാക്റ്റ് ചെയ്തതാണ്. നമുക്കറിയാം ടെക് ജയൻസ് ആയിട്ടുള്ള ഗൂഗിൾ, മൈക്രോസോഫ്റ്റ്, മെറ്റ, ആമസോൺ തുടങ്ങിയ വലിയ കമ്പനീസ് എല്ലാവരും അവരുടെ ഭൂരിഭാഗം വർക്ക് ഫോഴ്സിനെയും പിരിച്ചു വിട്ടു. കാരണം വെച്ച് കഴിഞ്ഞാൽ AI അവരുടെ വർക്കൊക്കെ ഫ്രീ ആയിട്ട് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അവർക്ക് ചെയ്യാനായിട്ട് കഴിയും, എളുപ്പം ചെയ്യാനായിട്ട് കഴിയും, വളരെ പൈസ കുറച്ച് തന്നെ അവർക്ക് ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ വർക്ക് ഫോഴ്സിൻ്റെ കാര്യമില്ല. അപ്പോഴാണ് നമുക്ക് 2025 ഒരു അറിവും കൂടെ മനസ്സിലായത്. അതായത് ഡിഗ്രീസ് മാത്രം കൊണ്ടല്ല, സ്കിൽസും എക്സ്പെർട്ടൈസും അത്യാവശ്യമാണ് ഇനിയുള്ള 2026 മുതലുള്ള വർഷങ്ങളിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയുന്നു. പിന്നീട് 4th വരുന്നതാണ് ഫീച്ചേഴ്സ് ബീൻ അവൈലബിൾ അറ്റ് എ ലോ കോസ്റ്റ്. നമുക്കറിയാം 2024 അല്ലെങ്കിൽ അതിന് മുമ്പുള്ള വർഷങ്ങളിലൊക്കെ ഈ പ്രീമിയം ഫോൺസിനും അതോടൊപ്പം തന്നെ ഫ്ലാഗ്ഷിപ്പ് മോഡലായിട്ടുള്ള ഫോണുകളുണ്ടല്ലോ, സാംസങ്, അതോടൊപ്പം തന്നെ ആപ്പിള്, എൻ്റെയൊക്കെ ഫോൺസ് ഇരുന്നുണ്ടല്ലോ, അവയ്ക്കൊക്കെ ഉള്ള കുറേ ഫീച്ചേഴ്സൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം റിഫ്രഷ് റേറ്റ് എടുത്ത് നോക്കാം, 120 Hz ഒക്കെ അന്നൊക്കെ അത്രയും പ്രീമിയം ആയിട്ടുള്ള ഫോൺസിന് മാത്രം കൊടുക്കുന്ന ഫീച്ചേഴ്സ് ആയിരുന്നു. അതൊക്കെ ഈ 2025 വന്നപ്പോഴത്തേന് സാധാരണ ഫോണുകളിൽ മിഡ് റേഞ്ച് അല്ലെങ്കിൽ സാധാരണക്കാർ ഉപയോഗിക്കുന്ന ഫോണുകളിലേക്കൊക്കെ എത്തിത്തുടങ്ങി. അപ്പോൾ ഇതിൻ്റെ ഒരു തുടർച്ച, അതായത് 2026 ഇതുപോലെ ഒരു ട്രെൻഡ് മുന്നോട്ട് പോകും നമുക്ക് ഈസിലി അനലൈസ് ചെയ്യാനായിട്ട് കഴിയും. പിന്നീട് രണ്ടാമത് വരുന്ന ഒരു ഫീച്ചർ എന്ന് പറയുന്നത്, പണ്ട് നമ്മുടെ ഫോണിലൊക്കെ അവൈലബിൾ ആയിരിക്കുന്ന ഫോട്ടോസിലൊക്കെ ഉണ്ടല്ലോ എന്തെങ്കിലും ഒബ്ജക്റ്റ്സും ഒക്കെ വന്നു. അപ്പോൾ നമുക്കതൊന്ന് മാറ്റണം. അപ്പോൾ നമ്മൾ അതിനകത്ത് എറേസ് ടൂൾ മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ അത് നമ്മൾ മാനുവലി എറേസ് ചെയ്യേണ്ടതായിട്ടൊക്കെ വരും. അപ്പം 2025 അതിന് മുമ്പായിട്ട് വർഷങ്ങളിലൊക്കെ ആണെങ്കിൽ
പ്രീമിയം ഫോൺസിന് എന്തുണ്ട്, ആയിട്ട് തന്നെ ഈ ടൂൾസ് എന്തെങ്കിലും ഒബ്ജക്ട്സ് ഉണ്ടെങ്കിൽ അത് ഇറേസ് ചെയ്യാനായിട്ട് പറ്റും. അതോടൊപ്പം തന്നെ ഫോട്ടോ എൻഹാൻസ് ചെയ്യാൻ വേണ്ടി പ്രത്യേക ടൂൾസുകൾ ഇഷ്ടം കണക്കിനുണ്ടായിരുന്നു. അപ്പം അതൊക്കെയാണെങ്കിൽ മിഡിൽ റേഞ്ച് ഫോൺസിലോ അല്ലെങ്കിൽ സാധാരണക്കാരുടെ ഫോണുകൾക്കൊന്നും അന്നത്തെ ഫീച്ചേഴ്സ് ഒന്നും തന്നെ ഇല്ലായിരുന്നു. അത് 2025 ആയപ്പോഴത്തേന് നല്ല ബ്രാൻഡ്സ്, ബിഗ് ബ്രാൻഡ്സുകളെല്ലാം അത് സാധാരണ ഫോണുകളിലേക്കും അവരെത്തിച്ചു തുടങ്ങി. അപ്പോൾ ഈ ട്രെൻഡ് 2026 നമുക്ക് ഫോളോ ചെയ്യുന്നു ഉറപ്പ് പറയാനായിട്ട് കഴിയും. പിന്നീട് 5G എല്ലായിടത്തും അവൈലബിൾ ആയി തുടങ്ങി. 5G ഒട്ടുമിക്ക പ്രദേശങ്ങളിൽ അവൈലബിൾ ആയി തുടങ്ങി. ഇപ്പം കുറച്ച് വില്ലേജ് ഏരിയാസിൽ, ഒരു സെലക്റ്റഡ് ഏരിയാസിൽ മാത്രമേ ഉള്ളൂ 5G സർവീസസ് ഇപ്പോഴും കിട്ടാതായിട്ടിരിക്കുന്നത്. ബാക്കി എല്ലായിടത്തും 5G അവൈലബിൾ ആയിട്ട് തുടങ്ങി. അപ്പം ഇനി വരുന്ന ഇയേഴ്സിൽ 6G ഒക്കെ വരും. 2030 ഒക്കെ ആകുമ്പോഴത്തേനും അതും നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് കഴിയും. പിന്നീട് വരുന്ന സർക്കിൾ ടു സെർച്ച് എന്നുള്ള ഫീച്ചേഴ്സ് ഫ്ലാഗ്ഷിപ്പ് മോഡലിന് മാത്രമായിട്ടുള്ളതായിരുന്നു. അങ്ങനെ അത് കണ്ടുകൊണ്ട് മാത്രമാണ് ചിലവർ ഈ ഫ്ലാഗ്ഷിപ്പ് മോഡലുകൾ പോയി പർച്ചേസ് ചെയ്തുകൊണ്ടിരുന്നത്. അതായത് ഒത്തിരി 1-2 വർഷം മുമ്പായിട്ടുള്ള. ഇപ്പോൾ 2025 ആയപ്പോഴത്തേനും അതൊക്കെ സാധാരണ ഫോണിൽ, മിഡ് റേഞ്ച് ഫോണിലൊക്കെ അവൈലബിൾ ആയി തുടങ്ങി. ഇനിയിപ്പോൾ 2026 ആകുമ്പോഴത്തേനും ഇതിൻ്റെയൊക്കെ ഒരുപാട് ഇപ്പോഴത്തെ പ്രീമിയം ഫോൺസിലുള്ള കുറേ ഫീച്ചേഴ്സും ആണെങ്കിൽ ഇപ്പം ഇനി മിഡ് റേഞ്ച് ഫോൺസിലെല്ലാം അവൈലബിൾ ആയി തുടങ്ങും. അപ്പോൾ ഇത്രയും നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് 2025 എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നതെന്നാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്, നമ്മൾ ഏറ്റവും പ്രതീക്ഷിക്കുന്നത് 2026 എന്തൊക്കെ മാറ്റങ്ങൾ വരും എന്നുള്ളതാണ്. അപ്പോൾ ആദ്യത്തെ തന്നെ നമുക്ക് നോക്കുമ്പോൾ ബിഗ് ബുൾസ് ആയിട്ടുള്ള സ്മാർട്ട് ഫോൺ ബ്രാൻഡുകളിലെ ബിഗ് ബുൾ ആയിട്ടുള്ള ആപ്പിളും സാംസങ്ങിൻ്റെ ഏറ്റവും വലിയ റൈവലറി ആയിരിക്കും ഈ 2026 കാഴ്ചവെക്കാനായിട്ട് പോകുന്നത്. അപ്പം തന്നെ നമുക്ക് ഒരുപാട് നല്ല ഫോണുകൾ വളരെ കുറഞ്ഞ വിലയ്ക്കും അതുകൊണ്ട് ഒത്തിരി ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഫോണുകളും ഇഷ്ടം പോലെ ഇറങ്ങാനായിട്ട് ഈ 2026 ഇടയാകും. പിന്നീട് രണ്ടാമതായിട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇത്രയും നാൾ ചാനൽസിലൂടെ കണ്ടുകൊണ്ടിരുന്ന റോബോട്ട്സ് ഉണ്ടല്ലോ, ഫാക്ടറീസിലൊക്കെ വർക്ക് ചെയ്യുന്ന റോബോട്ട്സ്. അതായത് ഇപ്പോൾ ഒരു കാർ മാനുഫാക്ചർ ചെയ്യുമ്പോഴും അതോടൊപ്പം തന്നെ ടോയ്സ്, മറ്റു കാര്യങ്ങൾ, എല്ലാ ഫാക്ടറീസിലും എന്താണ്, റോബോട്ട്സ് ഉണ്ട്. ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്തു പോകാനായിട്ട് റോബോട്ട്സ് ഉണ്ട്. ഇതൊക്കെ ഫാക്ടറീസിൽ നിന്ന് വീടുകളിലേക്ക് ഈ ഒരു വർഷം 2026 മുതലായിട്ടുള്ള വർഷങ്ങളിലേക്കൊക്കെ വന്നു തുടങ്ങും. പിന്നെ തേർഡായിട്ട് വരുന്നത് വിർച്വൽ റിയാലിറ്റി ഗെയിംസ് ഒക്കെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്, കളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ VR മൂവീസും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഈ വിർച്വൽ റിയാലിറ്റി നമ്മുടെ ഓൺലൈൻ മീറ്റിങ്സിലേക്കൊക്കെ വരാനായിട്ട് തുടങ്ങും. അപ്പം ഗൂഗിൾ മീറ്റ്, അതോടൊപ്പം തന്നെ സൂം ഒക്കെ ഇല്ലേ, ഇപ്പം അങ്ങനത്തെ പ്ലാറ്റ്ഫോംസിലേക്ക് വിർച്വൽ റിയാലിറ്റിയും കൂടെ ബ്ലെൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഓൺലൈൻ മീറ്റിംഗ് ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്കൊരു തോന്നൽ വരത്തില്ലേ, അതായത് ഒരു ഫിസിക്കൽ ആയിട്ടുള്ള ഒരു ഇത് കിട്ടുന്നില്ല. ഇപ്പം അതൊക്കെ മാറിക്കൊണ്ട് ഓൺലൈൻ മീറ്റിങ്ങും ഫിസിക്കലിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ഒരു അടുത്ത സ്റ്റെപ്പ് ഈ വർഷങ്ങളിലേക്കൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയും. പിന്നീട് ഫോർത്തായിട്ട് വരുന്നത്, നമ്മളിപ്പോൾ ഒരു 2000s അല്ലെങ്കിൽ 2000സിലൊക്കെ നമ്മൾ കണ്ട സ്മാർട്ട് ഫോൺ റെവല്യൂഷൻ ആയിരുന്നു. അപ്പം ഇനിയിപ്പോൾ 2025 മുതൽ, അതായത് ഈ 2026 മുതലായിട്ടുള്ള വർഷങ്ങളെല്ലാം നമ്മൾ കാണുന്ന AI റെവല്യൂഷൻ ആയിരിക്കും. എവിടെ നോക്കിയാലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആയിരിക്കും. എല്ലാ കാര്യങ്ങൾക്കും AI ഇല്ലാതെ പറ്റാതായിട്ട് വരും. നമ്മുടെ ഒരു വീടിൻ്റെ ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കിയാൽ തന്നെ AI ഓട്ടോമാറ്റഡ് ആയിട്ടുള്ള ബൾബ്സ്, ഫാന്, സീലിംഗ് ഫാന്, അതോടൊപ്പം തന്നെ ബെഡ് വരെ AI ഓട്ടോമാറ്റഡ് ആയിട്ട് വരും സാധ്യതയുണ്ട്. കാരണം നമുക്കറിയാം എൽഡർലി പീപ്പിളിന് എഴുന്നേക്കാനും ഒക്കെ ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ഇങ്ങനത്തെ ബെഡ്സ് ഒക്കെ ആണെങ്കിൽ വളരെയധികം സഹായിക്കും അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള. പിന്നീട് ഫിഫ്ത്തായിട്ട് വരുമ്പോൾ നമ്മൾ പാസ്വേഡ്സ് ഇല്ലാത്തൊരു ലോകത്തിലേക്കായിരിക്കും നമ്മളിനി ഈ ഒരു വർഷം മുതൽ മുന്നോട്ട് പോകുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പാസ്വേഡ്സ്, ഇപ്പം നമുക്ക് സോഷ്യൽ മീഡിയാസിൽ കുറേ പാസ്വേഡ്സ് കാണും. ഇപ്പം ഗെയിമിംഗ് പ്ലാറ്റ്ഫോംസിലും കാണാം നമുക്ക് കുറേ പാസ്വേഡ്സ്. അതോടൊപ്പം തന്നെ ഇപ്പം സ്റ്റഡി മേഖലയിൽ അവിടെയും കുറേ പാസ്വേഡ്സ്. ഇതെല്ലാം ഓർത്തിരിക്കുക എന്ന് പറയുന്നത് വളരെ ഹെക്സമായിട്ടുള്ള പരിപാടിയാണ്. അപ്പം അത് നടക്കുന്ന കാര്യമല്ല. അപ്പം ബയോമെട്രിക്സ് ഉണ്ടെങ്കിൽ ഇതിനൊന്നും ആവശ്യമില്ല. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ബയോമെട്രിക്സ് ആയിട്ടുള്ള ഫിംഗർ പ്രിൻറ്റ് സ്കാനർ, അതോടൊപ്പം തന്നെ ഫേസ് അൺലോക്ക് തുടങ്ങിയിട്ടുള്ള പല കാര്യങ്ങളും ഈ ഒരു വർഷങ്ങൾ മുതലായിട്ട് വരാനായിട്ടൊക്കെ തുടങ്ങും. പിന്നീട് ലാസ്റ്റായിട്ട് വരുന്നതാണ് ഈ സിംസ്. അപ്പം നമുക്കറിയാം ഇപ്പോൾ ഉള്ള സിമ്മുകൾ നമ്മൾ ഇടണം, ഒരു പുതിയ ഫോൺ മേടിക്കുമ്പോഴത്തേക്കും നമ്മൾ മാനുവലി നമ്മൾ ഇടുകയൊക്കെ ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഈ സിമ്മുകളുടെയൊക്കെ ലോകത്തിലേക്കാണ് നമ്മളിനി പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം പണ്ടത്തെ ഫോണുകളിലൊക്കെ എന്തായിരുന്നു, നമുക്ക് തന്നെ ബാറ്ററി റീപ്ലേസ് ചെയ്തിടാനൊക്കെ പറ്റുമായിരുന്നു. അതോടെ തന്നെ ഇപ്പം അന്നത്തെ സമയം കൊണ്ട് ഇപ്പം അത് മാറി. ഇപ്പോൾ ബാറ്ററി റീപ്ലേസ് ചെയ്യാൻ പറ്റാത്ത ഫോണുകളൊക്കെയാണ്. ഇപ്പം നമ്മൾ
ഒരു ഷോപ്പിൽ കൊണ്ട് കൊടുത്താൽ മാത്രമേ അവർ എക്സ്പെർട്ടൈസ്ഡ് ഉള്ളവർക്ക് മാത്രമേ അത് റിപ്ലേസ് ചെയ്യാനായിട്ട് പറ്റൂ. അതേപോലെ തന്നെ ഇനി വരുന്ന വർഷങ്ങളിലൊക്കെ ആണെങ്കിൽ ഈ സിമ്മുള്ള ഫോണുകൾക്കായിരിക്കും ഇനി മുന്നോട്ട് പോകുന്നത്. അപ്പോൾ തന്നെ ദുബായിലൊക്കെ ഉള്ള മിക്ക ഫോൺസിൽ ഈ സിമ്മുകളാണ് പ്രവർത്തിക്കുന്നത്. അതേപോലെ അത് തന്നെ ഇന്ത്യയിലേക്കും വരും. അത് എല്ലാ ഫോണുകളിലും ഇപ്പം ഫ്ലാഗ്ഷിപ്പ് മോഡൽ മാത്രമല്ല, അല്ലാതെ തന്നെ മിഡ് റേഞ്ചിലും ബഡ്ജറ്റ് ഫോൺസിലും അതെല്ലാം വരുന്നു തുടങ്ങും. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോണിക് വേസ്റ്റ്, ഈ വേസ്റ്റുകളൊക്കെ കുറയ്ക്കാനായിട്ട് കഴിയും. ഇപ്പം ഈ സിമ്മൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ആ സിമ്മിൽ നിന്ന് വരുന്ന അതിൻ്റെ ഹാർഡ് മോഡൽ വരുന്ന ആ സിമ്മിൻ്റെയൊക്കെ വേസ്റ്റുകളൊക്കെ ഡിസ്പോസ് ചെയ്യാൻ വലിയ പ്രയാസം. അപ്പം അതൊക്കെ കുറയ്ക്കാനായിട്ട് കഴിയും. എൻവയോൺമെൻറ്റിന് കുറച്ചുകൂടെ ഫ്രണ്ട്ലി ആവാൻ ഇതിനൊക്കെ സഹായിക്കും. ഇങ്ങനെയുള്ള ഒരുപാട് നമുക്ക് പറഞ്ഞു തീർക്കാൻ കഴിയാത്തത്ര ഇന്നോവേഷൻസും അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ 2026 തുടങ്ങിയിട്ടുള്ള വർഷങ്ങളിലേക്ക് വരാനായിട്ട് പോകുന്നത്. അപ്പം നിങ്ങൾക്ക് തോന്നുന്ന ഇതിലില്ലാത്തതായിട്ട് നിങ്ങൾക്ക് തോന്നുന്ന ഇന്നോവേഷൻസ് എന്തൊക്കെയാണ് വരാൻ സാധ്യതയുള്ളതെന്ന് നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്താം. അതോടൊപ്പം തന്നെ ഫ്യൂച്ചർ ബിസിനസ്, ഫിനാൻസ്, ഡെയിലി ലൈഫ് ഇംപ്രൂവ്മെൻറ്റ്സ് എന്നുള്ള തരത്തിലുള്ള വീഡിയോസ് ആയിരിക്കും ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം. നിങ്ങൾക്ക് വീഡിയോസ് എല്ലാം അന്നേരം തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. സോ ഒരിക്കൽ കൂടി 2026 നിങ്ങൾക്ക് ഏറ്റവും സന്തോഷം നിറഞ്ഞൊരു വർഷമാകട്ടെ എന്ന് ആശംസിച്ചുകൊള്ളുന്നു. സോ വൈൻഡിങ് അപ്പ്. ബൈ.